സാറേ, ഇപ്പോഴത്തെ ഒരു ചൂടുള്ള ചർച്ച എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടൻ ആസിഫ് അലിനെ പരസ്യമായി വേദിയിൽ അപമാനിച്ച ഒരു വിഷയവുമായി ബന്ധപ്പെട്ട. അപ്പോൾ അതിനകത്ത് സാർ എന്ത് നിരീക്ഷിക്കുന്നു? അതിനകത്ത് സാറിൻ്റെ ഒരു ഒപ്പീനിയൻ എന്താ? അത് അത്ര വലിയൊരു പ്രശ്നമായിട്ട്, കാരണം വെച്ചാൽ ഒരു കാര്യം സംഭവിച്ചു, ആ സംഭവിച്ച അങ്ങനെ അതിന് എക്സ്പ്ലനേഷൻ പറഞ്ഞു. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഞാനത് വാങ്ങിച്ചിട്ട് അതിൻ്റെ പ്രസൻസിൽ ജയരാജ്, ആ പടത്തിൻ്റെ ഡയറക്ടർ കൂടി എൻ്റെ ഒപ്പം വേണം എന്നുള്ളതിൽ ഞാൻ വിളിച്ചതാണ്. എന്തെങ്കിലും തരത്തിൽ ആസിഫിന് വിഷമമുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഇത് രമേശ് പറഞ്ഞതാണ്. പക്ഷെ എനിക്ക് മനസ്സിലാവുന്നില്ല, ഈ കഴിഞ്ഞ ഒരു 24 മണിക്കൂറിൽ ഇയാൾ അനുഭവിക്കേണ്ടി വന്ന ഒരു സോഷ്യൽ മീഡിയ മാനസിക പീഡനം, ഈ പറയുന്ന ഇത്ര വലിയ എന്താണ് അതിൻ്റെ പുറകിലുള്ള ഇഷ്യൂ എന്ന് നമ്മൾ ഞെട്ടിപ്പോകും. അപ്പൊ ഞാൻ ഇതിനൊക്കെ നോക്കിയപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ രമേശ് നാരായണനും ആസിഫ് അലിയുമാണ്. ഇവിടെയാണ് നമ്മുടെ സൊസൈറ്റിയുടെ നമ്മുടെ ഞെട്ടിപ്പിക്കുന്ന ഒരു ഇതിലേക്ക്. അത് മാത്രമായിരിക്കും സാർ. ഇപ്പോൾ രമേശ് നാരായണൻ ഇതിനു മുമ്പ് ചെയ്തിരിക്കുന്ന പല സ്റ്റേറ്റ്മെന്റുകളും കാര്യങ്ങളും ഇതിനകത്ത് ഇപ്പോൾ കോട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അത് നമ്മൾ എപ്പോഴും എന്താ പറയണ, ഒരാൾ ഒരു ഇങ്ങനെയുള്ള ഘട്ടത്തിൽ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒരാളുടെ ജീവിതത്തിൽ അയാൾ ഐഡിയലായിട്ട് എക്കാലത്ത് ഇങ്ങനെ ആയിരിക്കും. ഞാൻ രമേശ് നാരായണന്റെ അഡ്വക്കേറ്റ് ഒന്നുമല്ല, എങ്കിൽ പോലും അയാളുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും. അങ്ങനെ ഒരു കാര്യമില്ലല്ലോ. മനുഷ്യ സാധാരണമാണ്. അപ്പൊ അത് അദ്ദേഹത്തിന്റെ ഒരു നേച്ചർ ആണെന്നാണ് പറഞ്ഞു വരുന്നത്. എനിക്ക് തോന്നുന്ന ഒരു അതിന്റെ ഒരു കാര്യം എന്ന് വെച്ചാല് ഞാൻ പറഞ്ഞില്ലേ, ഒരു ഇഷ്യൂ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ കിടക്കുന്ന സാധനങ്ങൾ മുഴുവൻ നമ്മളെടുത്ത് ബ്രാക്കറ്റ് ചെയ്യും. ഇയാൾ പണ്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇന്ന പടത്തിന്റെ സമയത്ത് ഇങ്ങനെ പെരുമാറിയിട്ടുണ്ട്. അപ്പൊ ഇത് എനിക്ക് വേണ്ടതാണ് പിന്നെ ഞാൻ സെലക്ട് ചെയ്യുന്നത്. രമേശ് നാരായണന്റെ ഇതുവരെയും ചെയ്ത വർക്കുകൾ മുഴുവൻ നമ്മൾ ഇവിടെ നെഗ്ലക്റ്റ് ചെയ്തു അല്ലെങ്കിൽ റദ്ദാക്കി. ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു നറു പുഷ്പമായി എന്നേർക്ക് നീളുന്ന മിഴിമുന ആരുടേതാവാം. ആ പാട്ട് ചെയ്ത എന്തിന്? തട്ടം പിടിച്ച് വലിക്കല്ലേ മൈലാഞ്ചിച്ചെടിയെ. ഇതുപോലെയുള്ള പാട്ടുകൾ, പറയാൻ മറന്ന പരിഭവങ്ങൾ, ഇതുപോലെ പാട്ടുകൾ ചെയ്ത രമേശ് നാരായണൻ നമ്മൾ ഒരു നിമിഷം അങ്ങ് മറന്നു. അതിൻ്റെ ഒരു റീസൺ ആയിട്ട് എനിക്ക് തോന്നിയത് ഞാൻ പറയട്ടെ. നമ്മുടെ ഇന്ത്യൻ സിസ്റ്റത്തിൽ പ്രത്യേകിച്ചും കല വേറെ കലാകാരൻ വേറെ ആയിട്ട് കൂട്ടുന്നില്ല. നമ്മൾ ഒരാൾ മഹത്തായ ഒരു സൃഷ്ടി എഴുതി കഴിഞ്ഞാൽ പിന്നെ ആ സൃഷ്ടിയാണ് നമ്മൾ കാണുന്നത്, അയാളെയല്ല. അപ്പം ഈ ആളൊരു സാധാരണ മനുഷ്യനാണെന്നും ഒരു മനുഷ്യനുള്ള എല്ലാ ഫ്ലോസും പോസിറ്റീവ്സും അയാൾക്കും കാണാമെന്നും നമ്മുടെ സമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റുന്നില്ല. എനിക്ക് തോന്നുന്നില്ല ഇന്ത്യയില് കലാകാരനെ കല വേറെയും കലാകാരൻ വേറെ ആയിട്ട് കാണുന്നത്. അത് നമുക്ക് പല കഴിവും കാണാം. അതുകൊണ്ടാണ് യേശുദാസിനൊക്കെ എന്തൊരു വിമർശനം കേൾക്കുന്നത്. പലപ്പോഴും നമ്മുടെ ഇപ്പൊ സോഷ്യൽ മീഡിയ കമന്റ് നോക്കുമ്പോൾ സാറേ, ഇത് ഇവരെന്തോ മറ്റുള്ള മുകളിലാണെന്നുള്ളൊരു തോന്നൽ. ഒരു പക്ഷെ അവർ ക്രിയേറ്റ് ചെയ്തായിരിക്കില്ല, ഒരു പക്ഷേ സോഷ്യൽ മീഡിയ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കായിരിക്കും. അതായത് ഞങ്ങൾ എന്തിനേക്കാളും മുകളിലാണ്, സംഗീത സംവിധായകന്മാർ അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ നിൽക്കുന്നവർ ഞങ്ങൾ എന്തോ നോർമൽ മനുഷ്യരെക്കാളും മുകളിലാണ്, ഞങ്ങൾക്ക് പലതരത്തിലുള്ള പ്രിവിലേജുകളും അല്ല. അത് അവരുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞത്. ഞാൻ ഒരാൾ നമ്മളെ മൈൻഡിലാണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഗ്രാൻഡിയോസിറ്റി ഫീൽ വരില്ല. പക്ഷെ നമ്മളൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മൾ അവരുടെ മെയിൻ അട്രാക്ഷൻ ആകുമ്പോൾ നമുക്ക് തന്നെ തോന്നും, ആഹാ ഞാനൊരു സംഭവമാണല്ലോ, ഈ സംഭവമാണെന്നുള്ള ചിന്ത ഉണ്ടാക്കി കൊടുത്തത് നമ്മുടെ സമൂഹം തന്നെയാണ്. നമ്മൾ എല്ലാവരും ഉത്തരവാദികളാണ്. സെൽഫി എടുക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ പുറകെ ഓടി പോയിട്ടില്ലെങ്കിൽ എല്ലാവർക്കും അവരുടേതായ ഒരു ഫ്രീ സ്പേസ് തന്നെ കിട്ടിപ്പോകും. അവർ സാധാരണ മനുഷ്യരാണ്, അവർക്ക് സ്വഭാവ വൈകല്യങ്ങൾ ഉണ്ടാവും, അവർക്കും പ്രശ്നങ്ങൾ ഉണ്ടാവും. രമേശ് നാരായണന് ഇമോഷണൽ കൺട്രോൾ വളരെ കുറവായിരിക്കും. ആസിഫ് അലിക്ക് ആ സമയത്ത് ഇമോഷണൽ കൺട്രോൾ ചെയ്യാൻ പറ്റുകയും ചെയ്തത് മാത്രമാണ് ഇന്നലെ നടന്നിട്ടുള്ള സംഭവം. അതിന്റെ മുകളിൽ നമ്മൾ സത്യം പറയും മതം പോലെ അതിനകത്ത് കൊണ്ടുവന്നിട്ടുള്ള ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഭയപ്പെടുന്ന ഒരു കാര്യം ഇതാണ്. കാരണം വെച്ചാൽ നമ്മളൊരു സൊസൈറ്റിയിൽ ഇപ്പോൾ റിലീജിയൻ, മതമാണെങ്കിലും ജാതിയാണെങ്കിലും ഒരു റിയാലിറ്റി ആയിട്ട് നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇത് നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം വെച്ചാൽ ഇത് ചെറിയ ചെറിയ ലാഭങ്ങൾക്ക് വേണ്ടി ഞാൻ ആദ്യം ഇതാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ തന്നെ. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ശ്രീലങ്ക എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് സിംഗിളീസും തമിഴന്മാരും സ്വസ്ഥമായിട്ട് ജീവിച്ചിരുന്നതാണ്. ഇവരുടെ ഇടയിൽ എങ്ങനെ സ്പ്ലിറ്റ് വന്നു? അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ഇവരെ സെപ്പറേറ്റഡ് ആയിട്ട് നിർത്തിയാൽ മാത്രമേ എലക്ഷൻ ജയിക്കാൻ പറ്റുള്ളൂ. ഇവരുടെ ഇടയിൽ വൈരം സൃഷ്ടിച്ചു. അതെവിടെ വന്ന് നിന്നു? ഇനി
ഇനി എന്താ ഭൂമിയുള്ള കാലത്തോളം അവരുടെ ഉള്ളിലുള്ള വൈരം അവിടെ കിടക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു സിംഗിളീസിന്റെ മനസ്സിൽ സിംഗിളി ഒരാളുടെ മനസ്സിൽ തമിഴര് ചെയ്തിട്ടുള്ള ക്രൂരതയുടെ ഏതെങ്കിലും ഇത് അവരുടെ ഫോർ ഫാദേഴ്സിന്റെ ഇതിൽ കിടപ്പുണ്ടാവും. ഇത് തന്നെയാണ് തമിഴിന്റെ അവസ്ഥയും. അപ്പൊ ഈ ഉണ്ടാക്കി വെച്ച ഇത് സംഭവിക്കാതെ സൂക്ഷിക്കുക എന്നും പറയുന്ന ഒരു കാര്യമുണ്ട്. കാരണം ഇത് സംഭവിച്ചാൽ പിന്നെ അത് തൂത്ത് കളയാൻ പറ്റില്ല. അത് ഇവിടെ സൊസൈറ്റിയുടെ മുൻപിൽ നിൽക്കുന്ന ആൾക്കാര് അതിനെപ്പറ്റി വളരെ കോൺഷ്യസ് ആയിട്ട് ബോധപൂർവം അതിനുള്ള തിങ്കിങ് ആണെങ്കിലും പ്രവൃത്തിയാണെങ്കിലും അങ്ങനെ ആയിരിക്കണം. കാരണം വെച്ചാല് മതവും ജാതിയും കൊണ്ടിട്ട് സാറേ ഈ മതവും ജാതിക്ക് രണ്ടാമത് കോട്ട് ചെയ്യപ്പെട്ടതാണോ? അതെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ അതിനെ ആ ഒരു എന്താ പറയുക സംഘം ചേർക്കാന്ന് പറയില്ല. എപ്പോഴും സംഘം ചേർന്നാലാണല്ലോ എപ്പോഴും അതിനൊരു സ്റ്റാൻഡ് ഉള്ളൂ. അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ സാർ നമ്മൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ രമേശ് നാരായണൻ വളരെ സീനിയറായ ഒരാളാണ്. നമുക്ക് എല്ലാവർക്കും അത് കലയൊക്കെ ഇഷ്ടമാണ് എന്ന് കരുതി കലയേക്കാളും വലിയൊരു വ്യക്തിയാണെന്നൊന്നും ആർക്കും അഭിപ്രായം എനിക്ക് അങ്ങനെ അഭിപ്രായമില്ല. കല വേറെയാണ്, വ്യക്തി വേറെയാണ്. വ്യക്തിത്വം വെച്ചിട്ടാണ് നമ്മൾ കലയെ വിലയിരുത്തുന്നത്. കല സെപ്പറേറ്റ് ആണ്, നമ്മൾ അതിനെ ആസ്വദിക്കുന്നുണ്ട്. പക്ഷെ ആ വീഡിയോയിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം, അവാർഡ് വാങ്ങാൻ തരുന്ന ഒരു വ്യക്തിയുടെ മുഖത്തോട്ട് നോക്കാൻ പോലും ഉള്ള ഒരു മാനസികാവസ്ഥ ഇല്ല എന്ന് പറയുന്നത് അയാൾ പറയുന്നുണ്ട്. കാരണം വെച്ചാൽ അവിടെ ഇപ്പൊ ആ ഫംഗ്ഷൻ എങ്ങനെ കണ്ടക്ട് ചെയ്യപ്പെട്ടു എന്ന് എനിക്കറിയില്ല. കാരണം വെച്ചാല് പെട്ടെന്ന് വരുന്നു, ആര് വിളിക്കുന്നു, MTയുടെ 7 സിനിമകൾ എന്ന് പറഞ്ഞാൽ 7 ഡയറക്ടേഴ്സ് അവിടെ ഉണ്ട്. അതിലൊരു പടത്തിൽ പാട്ട് എഴുതിയിട്ടുണ്ട് ഞാനും. അപ്പൊ ഈ വിളിക്കപ്പെട്ടേക്കുന്ന ആൾക്കാരിൽ തന്നെ വിളിക്കപ്പെടാത്ത ആൾക്കാർ കുറെ ഉണ്ടാവും. ഇനി ഇതെല്ലാവരും ഓരോ ഡയറക്ടേഴ്സിന്റെ അത്രയും ടീം അവിടെ ഉണ്ട്. ഇതിന്റെ ഇടയിൽ കണ്ടക്ട് ചെയ്യുന്ന ഒരാളെ ഒരു ഫിലിമിലെ 7 സിനിമയിലെ ഒരു സിനിമയിലെ മ്യൂസിക് ഡയറക്ടറെ വിളിക്കാൻ വിട്ടുപോകുന്നു. അങ്ങേര് ഇതിനായിട്ട് വന്ന് അവിടെ നിൽക്കുന്നു. നാച്ചുറലി അയാൾ ഇറിറ്റേറ്റഡ് ആവുന്നു. സ്വാഭാവികമാണ്. അയാൾ പോവാൻ തയ്യാറാവുന്നു. അയ്യോ വിളിച്ചില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇവര് അത് സംഘടിപ്പിക്കുന്നവര് ആ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ അവിടെയുള്ള ആസിഫിനെ വിളിച്ച് കൊടുക്കാൻ പറയുന്നു. അപ്പൊ ഇയാളുടെ ഒരു ഇതെന്താണ്, അതുവരെ അവിടെ നടന്ന എല്ലാ ഇതും തന്നെ ആ ടീം, ആ ഡയറക്ടർ, ആ ഗ്രൂപ്പിനെ വിളിച്ചു വരുത്തി എല്ലാവരും കൂടി സ്റ്റേജിൽ നിന്നിട്ടാണ് അവിടെ ആ ഫംഗ്ഷൻ നടന്നത്. അത് അയാൾ പറയുന്നുണ്ട്. ഞാൻ കണ്ട ഫംഗ്ഷനിൽ കേട്ടതിന്റെ മനസ്സിലാക്കുന്നത്. ഇവിടെ ഇങ്ങേർക്ക് കൊണ്ടുവന്നിട്ട് താഴെ വെച്ചിട്ട് ഇത് കൊടുക്കുന്നു. അപ്പൊ ഇയാൾ ആഗ്രഹിക്കുന്ന എന്താണ്, എന്റെ ടീമിന്റെ ക്യാപ്റ്റനായിട്ടുള്ള ഡയറക്ടറെ കൂടെ വേണം. അയാൾ പറയുകയും ചെയ്യുന്നുണ്ട്, ഞാൻ ജയരാജനെ വിളിച്ച് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ആസിഫ് അവിടെ ഉണ്ടായിരുന്നില്ല. അയാൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അവിടെ കൊണ്ട് ആ പ്രശ്നം തീർന്നു. എന്നിട്ട് അയാൾ പറയുന്നുണ്ട്, അയാൾക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കാം. മാപ്പ് ചോദിക്കുന്നു. കഴിഞ്ഞില്ല ആ ഇഷ്യൂടെ, കഴിഞ്ഞില്ല. വീഡിയോ കണ്ടോ? ഞാൻ കണ്ടു. അതിനകത്ത് അതിന് അവാർഡല്ല, ഒരു സമ്മാനം കൊടുക്കലായിരുന്നല്ലോ. സമ്മാനം കൊടുത്തു കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ രമേശ് നാരായൺ സാർ പറഞ്ഞ ന്യായീകരണമാണെങ്കിൽ ഇത് ജയരാജ് സാറിന് ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ഹഗ്ഗൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് അക്നോളജ് ചെയ്തിട്ടെങ്കിലും ആസിഫിനെ നോക്കണമായിരുന്നു. തൊട്ടടുത്ത് തന്നെ ആസിഫ് നിൽക്കുന്ന സമയം മുഴുവനും. പക്ഷെ അങ്ങനെ ഒരു ഹ്യൂമൻ ബീയിങ്ങേ അവിടെ ഇല്ലാത്ത രീതിയിലായിരുന്നു പിന്നീട് അദ്ദേഹം കാണിച്ചത്. ഓക്കെ, ഈ പറഞ്ഞ പോലെ ഇമോഷണലി അദ്ദേഹം ആകെ കയ്യിൽ നിന്ന് പോയത് ആയിരിക്കാം. പക്ഷേ ആസിഫ് എന്ന് പറയുന്ന വ്യക്തി ഇതിൽ സംഘാടന സമിതിയിലുള്ളതല്ല, ഇദ്ദേഹത്തിന്റെ സിനിമയിലുള്ളതല്ല, ഒന്നുമല്ല. അവിടെ വന്ന് ഇൻവൈറ്റ് ആയിട്ടുള്ള കേരളം മുഴുവൻ അറിയപ്പെടുന്ന ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു യുവ ആക്ടറാണ്. സ്വന്തമായിട്ട് ഹിറ്റുകൾ വരെയുള്ള ഒരാളാണ്. ഒരാളെ വേറെ ആരോ ചെയ്തതിന് അയാളോട് നമ്മൾ അങ്ങാടി തൊട്ട അമ്മയോടെന്ന് പറയുന്ന പോലെ ഒരു ചെയ്ത പോലെയാണ് സാധാരണ മനുഷ്യർക്ക് തോന്നുന്നത്. ഇപ്പം ഞാനൊരു ഔട്ട്സൈഡറാണ്, ഞാനൊരു സിനിമയ്ക്ക് അകത്തുള്ള ഒരാളല്ല. പക്ഷെ സിനിമയിലുള്ള പല ആൾക്കാരുടെയും ഐ എം സോറി ടു സേ സംസാരിക്കുമ്പോൾ ഒരു ഞങ്ങൾ കലാകാരന്മാരാണ്, അതുകൊണ്ട് ഞങ്ങളെ ബഹുമാനിക്കും എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് പലരും കാണിക്കുന്നതും പറയുന്നതും കണ്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ കുറേ ആൾക്കാരുടെയും ടോപ്പ് സെലിബ്രിറ്റീസിൻ്റെ നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്. ഇതല്ലാതെ പ്രൈവറ്റ് ആയിട്ടുള്ള സദസ്സുകളിൽ മാത്രമായിട്ടും ഈ ഗ്രാൻഡിയോസിറ്റി അവർ കാണിക്കുന്നത് കണ്ടിട്ടുണ്ട്. അത് ശരിക്കും സിനിമാക്കാർക്കോ സാഹിത്യകാരന്മാർക്കോ മാത്രമുള്ള ഒരു ഇതാണോ അതോ സാധാരണ? ഒരിക്കലുമല്ല. വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരാൾ അഹങ്കാരം കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ ബേസിക് ക്യാരക്ടർ. ഞാനൊരു എക്സാമ്പിൾ പറയാം. അതായത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പരിചയപ്പെട്ടതാണ് കീരവാണി എന്ന് പറയുന്ന മ്യൂസിക് ഡയറക്ടർ. അന്ന് തുടങ്ങി ഞങ്ങൾ വളരെ അടുത്ത ബന്ധമാണുള്ളത്. ഒരു പാട്ട് കമ്പോസ് ചെയ്ത് അന്ന് ഉച്ചയ്ക്ക് ഫ്ലൈറ്റിന് ഹൈദരാബാദിൽ പോയിട്ട് അവിടെ നിന്ന് വിളിക്കുകയാണ്. പാട്ട് എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. താങ്ക് യു സർ. ഞാൻ ഞെട്ടിപ്പോയി. ഇത് കഴിഞ്ഞാൽ അത് ഇന്നലെ പെയ്ത മഴത്തുള്ളികൾ ഓരോന്നും കണ്ണുനീർ മുത്തുകളായിരുന്നു എന്ന് പറഞ്ഞിട്ട് ആ പടം ഇറങ്ങിയില്ല. പക്ഷേ ഈ പാട്ട് യൂട്യൂബിൽ കിടപ്പുണ്ട്. ജയേട്ടൻ പാടിയതാ.
ഇതെല്ലാം കഴിഞ്ഞ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ഫ്രണ്ടായിട്ടുള്ള റോബിൻ തിരുമല മാർത്താണ്ഡ വർമ്മ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റുമായിട്ട് ഹൈദരാബാദിൽ പോകുന്നു. അപ്പോൾ റോബിൻ എൻ്റെ അടുത്ത്, അപ്പം ഞാനെപ്പോഴും ഈ കീരവാണിയെ പറ്റിയൊക്കെ പറയുന്നത് കൊണ്ടിട്ട് റോബിൻ അവിടെ ചെന്ന ശേഷം അപ്പോൾ റോബിൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഞാൻ പറഞ്ഞു സോറി, കാരണം അയാൾ വേറെ പ്ലെയിനിൽ നിൽക്കുന്ന മനുഷ്യനെ എനിക്ക് നന്നായിട്ട് അറിയാം. സന്യാസി ആയിരിക്കുന്ന കാലത്താണ് ഞാൻ പരിചയപ്പെടുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു മനുഷ്യൻ അയാൾ ജീവിതത്തിനെ കാണുന്നതൊക്കെ വേറെ ലെവലിലാണ്. ഇപ്പം ഞാൻ അയാളെ വിളിച്ചിട്ട് ഇന്ന വർക്ക് ചെയ്യണമെന്ന് പറയേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ അതിൽ ഇടപെടില്ല, നിങ്ങൾ പോയി സംസാരിച്ചോളൂ. പക്ഷെ ഇവരവിടെ പോയിട്ട് സംസാരിക്കുമ്പോഴേക്കും എൻ്റെ പേര് കോട്ട് ചെയ്തു. ഇയാൾ പറഞ്ഞു ഇത്ര വർഷമായി എനിക്ക് ആ ഫോൺ തരൂ, ഫോൺ കണക്ട് ചെയ്ത് തരുമെന്നു. ഇങ്ങനെ ഫോണിൽ വിളിച്ചിട്ട് ഇയാൾ ഒന്നും പറയാതെ ഇയാൾ ഈ പാട്ട് പാടുകയാണ്. അപ്പം ഞാൻ കീരവാണി എടുത്ത് പറഞ്ഞു, കീരവാണി ഐ കാൺ ബിലീവ് എത്രയും വർഷത്തിന് ശേഷം, എത്ര വർഷമല്ല സർ, 20 വർഷം 20 വർഷം മുൻപ് ഇറങ്ങാത്ത പടത്തിൻ്റെ ഈ പാട്ട് ഇയാൾ അവിടെ നിന്ന് പാടിത്തരികയാണ്. കഴിഞ്ഞില്ല, ഞാൻ ഓസ്കാർ ഈ ഫംഗ്ഷൻ, ഓസ്കാറിന് മുൻപ് വേറൊരു അവാർഡ് ഇങ്ങേർക്കുണ്ടായിരുന്നല്ലോ, വേറെ അവാർഡ് ഗോൾഡൻ ഗ്ലോബ് അവാർഡ് ഇയാൾ റിസീവ് ചെയ്യുന്നു എന്ന് അറിഞ്ഞിട്ട് ഞാനൊരു മെസ്സേജ് അയച്ചു. അപ്പോൾ അവിടെ ഈ ഫംഗ്ഷൻ കഴിഞ്ഞ് ഏകദേശം 1-2 മണിക്കൂറായിട്ടുള്ളൂ. ഈ മെസ്സേജിന് ആ സമയത്ത് തന്നെ ഇയാൾ താങ്ക്സ് പറഞ്ഞിട്ട് റിപ്ലൈ അയക്കുക. ഇപ്പോൾ അതായത് ബാഹുബലിയും അതുപോലെയുള്ള സിനിമകൾ ചെയ്ത, എനിക്ക് സിനിമയെ വേണ്ട പാട്ടേ വേണ്ട എന്ന് പറഞ്ഞിട്ട് വിട്ടുപോയി തിരിച്ചു വന്നിട്ട് ചെയ്യുന്ന ബാഹുബലിയാണ്. ഈ മനുഷ്യൻ ഈ മലയാളത്തിൽ ഇത്തിരി പോകുന്ന മലയാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവർക്ക് ഇത്തിരി പോകുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. അതിൽ എത്രയോ ചെറുതാണ് ഞാൻ. ഈ എൻ്റെ ഒരു മെസ്സേജിനും ഇതിനും റിയാക്ട് ചെയ്യണമെങ്കിൽ ഇത് കഴിഞ്ഞിട്ടും ഇയാൾ ഓസ്കാർ കഴിഞ്ഞിട്ട് നമ്മൾ സംസാരിച്ചിരുന്നു. ഇയാൾ പറഞ്ഞു എനിക്ക് കൊച്ചിയിൽ സെറ്റിൽ ചെയ്യണം എന്നാണ് ആഗ്രഹം. നിങ്ങളുടെ സിറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ റിട്ടയർമെന്റ് ലൈഫ് ഇവിടെ ആയിരിക്കണം എന്നാണ് ആഗ്രഹം. ഇത് ഇങ്ങനെയുള്ള മനുഷ്യരുണ്ട്. ഞാൻ സംശയം ചോദിച്ചോട്ടെ, അതായത് നോർമൽ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നായകന്മാരോ അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാറുകൾക്കാളും കൂടുതൽ ആറ്റിറ്റ്യൂഡ് ഒരു സംഗീത മേഖലയിൽ നിൽക്കുന്ന ആളുകൾ കാണിക്കുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അത് ഒരു പക്ഷേ നിങ്ങൾ മനഃപൂർവ്വം അത് മനുഷ്യരുടെ ഇടയിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുന്നതാണോ, അതോ ആ ഒരു നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു റൂഡ് ക്യാരക്ടർ ആണോ എന്ന് നമുക്ക് ഫീൽ ചെയ്തു പോകും? ഇല്ല, ഇത് ഓരോരുത്തര് എനിക്കത് പൂർണ്ണമായിട്ട് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അല്ല, കാരണം ഈ ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ നമ്മള് ഇപ്പൊ എനിക്ക് ഭയങ്കര ഒരു വേറൊരു സ്റ്റോറിയാണ് ദേവരായ മാസ്റ്റർ. എല്ലാവരും പറയുമല്ലോ ദേവരായ മാസ്റ്റർ എന്താ വളരെ ടഫായിട്ടുള്ള മനുഷ്യനായിരുന്നു എന്നൊക്കെ പറയുന്ന ദേവരായ മാസ്റ്റർ ഞാൻ അടുത്ത് കഴിഞ്ഞപ്പോഴുണ്ടല്ലോ, ഞാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ റിഗ്രറ്റ് ചെയ്തത് ഇങ്ങേരൊപ്പം വർക്ക് ചെയ്യാൻ കിട്ടിയ ചാൻസസ് ഞാൻ മിസ് ചെയ്തതിൻ്റെ പേരിലാണ്. കാരണം ഞാൻ കൈരളി ചാനലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് മദ്രാസിൽ പോകുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകും. അപ്പം 100 ഷൂട്ടുമായിട്ടായിരിക്കും നമ്മൾ മദ്രാസിൽ ചെല്ലുന്നത്. അക്കാലത്ത് മലയാള സിനിമ മുഴുവൻ മദ്രാസിലാണ്. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇദ്ദേഹം പറയും, നീ ഉച്ചയ്ക്ക് ഭക്ഷണം ഇവിടെ വന്ന് കഴിച്ചാൽ മതി കേട്ടോ. പറയും, മാഷ് വേണ്ട, ഞങ്ങൾ ലേറ്റ് ആവും. അതൊന്നും സാരില്ല, മാഷ് കാത്തിരിക്കും. ഇങ്ങനെ ടഫാണെന്ന് പറഞ്ഞ് അങ്ങനെ വാത്സല്യം എത്ര തീക്ഷ്ണമായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയത് അന്നാണ്. കാരണം നമ്മളിത് പുറത്തുനിന്ന് കാണുന്നത് മാത്രമാണ്. ഏറ്റവും പ്രധാനമായിട്ട് ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ കടന്നു പോകുന്ന ഒരു ട്രോമ സ്റ്റേറ്റ് ഉണ്ട്. നമ്മൾ ഈ സൃഷ്ടി മാത്രമേ കാണുന്നുള്ളൂ. ഒരു ഉണ്ടാക്കി വെച്ചേക്കണ പാരിജാതം തിരുമിഴി തുറന്ന് ഇത് നല്ല പാട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഇപ്പൊ ഞാൻ പറഞ്ഞ പാട്ടുകൾ, രമേശ് നാരായണന്റെ പാട്ടുകൾ എത്ര മനോഹരമായിട്ടുള്ള പാട്ടുകളാണ്. പക്ഷെ ഈ ക്രിയേഷനിലേക്ക് വരാനായിട്ട് ഇവര് അനുഭവിച്ചിട്ടുള്ള ഒരു ക്രിയേറ്റീവ് ട്രോമയുണ്ടല്ലോ, ആ ട്രോമയിൽ കൂടെ കടന്നു പോകുന്ന ഒരു മനുഷ്യനെയാണ് നിങ്ങൾ വഴിക്ക് വെച്ച് കണ്ടത്. അയാൾ ചിലപ്പോൾ ചിരിച്ചൊന്നും വരില്ല, കാരണം അയാളുടെ മനസ്സിൽ തീയാണ്. ഇനി ആ പാട്ട് വന്ന് ഹിറ്റായി, അടുത്ത ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് പറയാ, അതിനേക്കാൾ വലിയ പാട്ട് അയാൾ ഉണ്ടാക്കണം അടുത്ത പ്രാവശ്യം. അപ്പൊ ഈ ലൈഫ് കംപ്ലീറ്റ് ഈ ട്രോമയിൽ കൂടെയാണ് കടന്നു പോകുന്നത്.
അതുപോലെ തന്നെ ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുള്ള ഒരു കാര്യം, ഈ ക്രിയേറ്റിവിറ്റി നല്ലുള്ള ആൾക്കാർ ഇമോഷണലി വീക്ക് ആയിരിക്കും. അവർക്ക് ഈ ക്രിയേറ്റിവിറ്റിയുടെ പ്രഷറും കൂടെ ഉള്ളത് കൊണ്ടായിരിക്കും അവരുടെ ഉള്ളിൽ അവർ കുറേ ഇമോഷൻസിൽ അവർ വളരെ വീക്കാണ്. പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് സങ്കടം വരും. പക്ഷേ പൂച്ചക്കുട്ടികളെ പോലെ നമ്മളിങ്ങനെ അവർ ആ ഒരു താളത്തിൽ നിർത്തി കഴിഞ്ഞാൽ അവർ അതേപോലെ പാവക്കുട്ടികളായിട്ട് ഇരിക്കുകയും ചെയ്യും. പക്ഷേ ഇവർ പലപ്പോഴും എപ്പോഴാണ് പൊട്ടിത്തെറിക്കുന്നത്, പലപ്പോഴും നമ്മൾ പുറത്ത് കാണുന്നത് ഇവരുടെ ഈ പൊട്ടിത്തെറിക്കുന്ന സ്റ്റേജോ അല്ലെങ്കിൽ ഇമോഷണൽ കൺട്രോൾ ഇല്ലാതെ പോകുന്ന എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ആയിരിക്കും. അപ്പം അത് വെച്ചിട്ടാണ് ഇപ്പം പൊതുവേ ഏറ്റവും പ്രധാന കാര്യം എന്ന് പറഞ്ഞാല് എങ്ങനെയാണ് ഒരാൾ ക്രിയേറ്റീവ് ആകുന്നത് എന്നുള്ളൊരു കാര്യമുണ്ട്. അവരെ എത്രമാത്രം സെൻസിറ്റീവ് ആവുന്നത് കൊണ്ടിട്ടാണ് ഇല്ലേ? ഒരു എന്താ പറയണ, പക്ഷേ സാർ ആ പോയിന്റ് ഓക്കെ, സാറ് പറയുന്ന പോയിന്റ് ഓക്കെ. അവിടെ നിന്ന് നെക്സ്റ്റ് പോയിന്റ് നമ്മൾ സോഷ്യലി കിടക്കുമ്പോൾ നമ്മളത് ചേഞ്ച് ആക്കണ്ടേ? ആക്കേണ്ടതാണ്. ഞാൻ വേണ്ട ഇവരെല്ലാരും മോശമായിരിക്കണം എന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇവരെ നമ്മൾ ഒരു നോർമൽ ഒരു താളത്തിൽ പോകുന്ന സോഷ്യൽ ബീയിങ്ങുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതുകൊണ്ടിട്ടാണ് പലപ്പോഴും ഇവര് ഐസൊലേറ്റഡ് ആയിട്ട് ജീവിക്കേണ്ടി വരുന്നത്. കാരണം ഇവരെ സമൂഹത്തിൽ നിന്ന് ഇവരെ ഒറ്റപ്പെടുന്നു എന്ന് മാത്രമല്ല, ഇവരെ ഒറ്റപ്പെടുത്തുന്നു എന്നുള്ളത് മാത്രമല്ല, ഇവരെ ഇതിന് ചേരുന്ന ആൾക്കാരല്ല എന്നുള്ളത് ഇവർക്ക് തന്നെ അറിയാം. ഇപ്പൊ ഗിരീഷ് പുത്തഞ്ചേരി, ഞാൻ പലപ്പോഴും അത്ഭുതപ്പെടുന്നുണ്ട്, ഗിരീഷിന് എങ്ങനെയാണ് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റുന്നത്? കാരണം വെച്ചാല് ഈ ലോകത്തുള്ള ഒരു കാര്യത്തിനെ പറ്റിയും അവനൊരു ധാരണയില്ല, ഉണ്ടായിരുന്നില്ല. പക്ഷേ അക്ഷരങ്ങളെ പറ്റി, എഴുത്തിനെ പറ്റി, ഞാനും വിജയലക്ഷ്മിയും ബാലേന്ദ്രൻ ചുള്ളിക്കാടും കൂടെ മാക്ട മീറ്റിംഗിൽ നിൽക്കുക. ഗിരീഷ് കയറി വരിക, ഞങ്ങളെ കണ്ടിങ്ങനെ അവിടെ നിന്നിട്ട് ഗിരീഷ് വിജയലക്ഷ്മി എടുത്ത് തലയാഴ്ച മാതൃഭൂമി ആഴ്ച പതിപ്പിൽ വന്ന കവിത അങ്ങനെ ചൊല്ലിക്കൊടുക്കുന്നു. വിജയ് അവിടെ വരുമെന്നോ ഇത് പഠിച്ചു വെച്ചിട്ട് വന്നതൊന്നും അല്ല. അതാണ് അവന്റെ ബ്രെയിൻ. ചിന്തിക്കാൻ പറ്റും അത്രമാത്രം. എൻ്റെ പാട്ട് എന്നേക്കാൾ കൂടുതൽ അക്ഷരം തെറ്റാതെ അവന് പറയാൻ പറ്റും. എൻ്റെ പാട്ട് മാത്രമല്ല, വയലാർ, ശ്രീകുമാരൻ തമ്പി, ONV, ഭാസ്കര മാഷ്, ആരുടെ മലയാളത്തിൽ ഇന്നേവരെ ഇറങ്ങിയേക്കുന്ന സകല പാട്ടും അവന് ബൈഹാർട്ടായിരുന്നു. എന്നാലോ ATM ഉപയോഗിക്കാൻ അറിയില്ല. സത്യം. ഞാൻ വണ്ടി ഓടിക്കുമ്പോ അവൻ വണ്ടി കയറി കഴിഞ്ഞാൽ ഡ്രൈവേഴ്സിന് മുഴുവൻ ചീത്ത പറയും. കാരണം അവന് പേടിയാണ്, അല്ലാതെ അവൻ റൂഡായിട്ടല്ല. അതേസമയം എൻ്റെ വണ്ടി കയറി ഇരുന്ന് കഴിഞ്ഞാൽ അവൻ പറയും, നീ എങ്ങനെയാണ് ഓടിക്കുന്നത്? കാരണം വെച്ചാൽ അവന് യാതൊരു ടെൻഷനും ഇല്ല. അവൻ പറയും, നീ വിചാരിച്ച പ്ലെയിൻ വരെ ഓടിക്കാൻ പറ്റുമോടാന്ന്. ഇത് കാരണം വെച്ചാൽ അതിനെപ്പറ്റി അറിയില്ല. അപ്പൊ നമ്മൾ ഇതിനെ മുഴുവൻ റൂഡായിട്ടാണ് കണക്കാക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ പല നോർമൽ ആൾക്കാർക്കുള്ള പല കാര്യങ്ങളുണ്ടല്ലോ, ഇത് മുഴുവൻ ഇവർക്ക് നെഗറ്റീവാണ്. കാരണം ഇവർ ആ ഒരൊറ്റ സ്ഥലത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യപ്പെട്ട ആൾക്കാരാണ്. നമുക്കെന്ന് പറഞ്ഞാൽ ഇപ്പൊ 100 കൂട്ടങ്ങൾ കാര്യം അറിയാം, എന്നാലോ ഒന്നിനെ പറ്റിയും കാര്യമായിട്ട് ഒന്നും ഈ സിനിമാ മേഖലയിൽ സീനിയോറിറ്റി അല്ലെങ്കിൽ ജൂനിയർ അങ്ങനെ ഒരു വേർതിരിവുണ്ടെന്ന് സാറ് തോന്നിയിട്ടുണ്ടോ? ഇല്ല. വിജയം സാർ പറയാത്തത് കൊണ്ടാണോ അതോ? ഒരിക്കലും അല്ല. നമ്മൾ പിന്നെ എല്ലാ സൊസൈറ്റിയുടെ എല്ലാ ഭാഗത്തുമുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ അല്ല. അപ്പൊ അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ മേഖലയിലേക്ക് എല്ലാവരും കണ്ണു തുറന്ന് നോക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഒരു ഗവൺമെന്റ് ഓഫീസർക്ക് കിട്ടുന്ന ഒരു ഇതുണ്ടാവും, പ്യൂണിന് കിട്ടുന്ന ഒരു ഇതുണ്ടാവും. ഇതൊക്കെ എല്ലാ സൊസൈറ്റിയുടെ എല്ലാ ഭാഗത്തും ഉള്ളത്. കലാപരമായി നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? ആ ക്രിയേറ്റിവിറ്റി നമുക്ക് അങ്ങനെ ഒരു അളവിൽ വെച്ച് തൂക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും ഉണ്ട്. സിനിമ ഹൈറാർക്കി ഉള്ളത് തന്നെയാണ്. ഒരു ഡയറക്ടർ സെറ്റിൽ എല്ലാവരും തോളത്ത് കൈയിട്ട് കഴിഞ്ഞാല് സെറ്റില് ഏറ്റവും ഇതിലുള്ളവൻ പോലും ചിലപ്പോൾ ഡ്രൈവർ പോലും വന്ന് ഷോട്ട് വെക്കും, ഇല്ലേ? അവിടെ ഡയറക്ടർ ഡിക്റ്റേറ്റർ ആയേ പറ്റൂ, ഇല്ലേ? അയാൾ ചിന്തിക്കുന്ന, അയാൾ കൺസീവ് ചെയ്തേക്കണം. എനിക്ക് അറിയാവുന്ന എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഇത്രയും കാലത്തിനുള്ളിൽ സിനിമയിൽ ഉണ്ടായിട്ടുണ്ട്. പലരും അസാമാന്യ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷെ എക്സിക്യൂഷൻ്റെ ലെവലിൽ വരുമ്പോൾ പലപ്പോഴും പാളുന്നത് ഈ ഒരു ഇതില്ലാതെ കൊണ്ടിട്ടാണ്. ആ ടീമിനെ നയിക്കാൻ അഡ്മിനിസ്ട്രേറ്റീവ് പവർ വേണം. അതിൻ്റെ അകത്തൊരു ഡിക്റ്റേറ്റർഷിപ്പ് ഉണ്ട്. ഞാൻ പറയുന്നത് ഇതാണ്, നീ ഇത് ചെയ്താൽ മതി. പണ്ട് ജോർജ് സാറ് ഒരു ആർട്ടിസ്റ്റിനെ അടുത്ത് പറഞ്ഞു എന്ന് പറഞ്ഞു, സാറേ നമുക്ക് ഇങ്ങനെ വെച്ചാലോ? അപ്പോൾ സാറ് പറഞ്ഞു, നന്നായിരിക്കും, പക്ഷെ ഞാൻ വെച്ചത് മതി.
സാറിന് തോന്നിയിട്ടുണ്ടോ നമ്മൾ ചിലരെയൊക്കെ ഇങ്ങനെ ആരാധന മൂത്തിട്ട് സിംഹാസനത്തിന് മുകളിൽ കയറ്റി വെച്ചിട്ട് അവർക്ക് ഇറങ്ങണം എന്ന് വിചാരിച്ചാൽ പോലും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലുള്ള ആൾക്കാർ സിനിമയിൽ ഉണ്ടെന്ന്? സിനിമ കുറച്ചും കൂടെ പൊതുജനങ്ങൾക്ക് കുറച്ചും കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു മാധ്യമമല്ല. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ സർക്കാർ ഓഫീസ് പോലെ അല്ല, സിനിമയിലെ ഒരു ഹൈറാർക്കി ആണെങ്കിലും പൊതുജനങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ സിനിമയ്ക്ക് കിട്ടുന്ന ഇപ്പോൾ ഒരു സിനിമാ നടൻ ഒരു സിനിമയിൽ അഭിനയിച്ച ആളുടെ കൂടെ നിന്ന് പോലും സെൽഫി എടുക്കാനൊക്കെ ഉണ്ട്. അപ്പം അത് കാരണം അവർ അതിനകത്ത് പെട്ടുപോയി, അവർക്കായിട്ട് ഇറങ്ങി പറ്റാൻ പറ്റാത്തൊരു അവസ്ഥയിൽ വന്നു പോയ ആൾക്കാർ. അത് അവര് ശാപം കൂടിയല്ലേ, പക്ഷെ അവരത് ആസ്വദിക്കുന്നതും കൂടി ഉണ്ട്. അത് വിജയം കൂടെ നിൽക്കുമ്പോൾ ആസ്വദിക്കാൻ പറ്റും. പരാജയത്തിൽ ഇറങ്ങാൻ പറ്റുന്നില്ല എന്നുള്ള അവസ്ഥയുണ്ടല്ലോ. ആലുമൂടൻ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നില്ലേ, ആ പേര് ഇതാക്കണ്ട കേട്ടോ. മലയാളത്തിലെ ഒരു പഴയ ആർട്ടിസ്റ്റ്. ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് എറണാകുളത്തേക്ക് ഈ പറയുന്ന വീക്കെൻഡ് ട്രാവൽ ചെയ്യും. അപ്പോൾ വീക്കെൻഡ് ട്രാവൽ ചെയ്യാൻ വേണ്ടി ഞാൻ മദ്രാസ് മെയിലിൽ ക്യാബിനിലേക്ക് ചെല്ലുമ്പോൾ ഈ ആർട്ടിസ്റ്റ് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ എന്നെ അറിയില്ല, പഴയ ആർട്ടിസ്റ്റാണ്. അപ്പോൾ അങ്ങനെ അടുത്ത് ഞാൻ പറഞ്ഞു, സാറിന് എന്നെ അറിയില്ല, പക്ഷെ ഞാൻ ഇന്ന ആളാണ്. അപ്പോൾ ആണോ, സന്തോഷം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓക്കെ. ഞാൻ പറഞ്ഞു വേറെ തരത്തിൽ പറഞ്ഞാൽ അറിയാൻ പറ്റും. വല്യച്ഛൻ്റെ പേര് എറു വാസുദേവ് എന്നാണ്. അയ്യോ വാസുവിൻ്റെ ഇങ്ങനെ ഭയങ്കര ക്ലോസ് ആയി. അപ്പോഴേക്കും എന്താണ് ചെയ്തേക്കണം വർക്കുകളൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ കുറച്ച് സ്ക്രിപ്റ്റുകൾ എഴുതിയിട്ടുണ്ട്, നായർ സാബ ധർമ്മം പോലെയുള്ള സ്ക്രിപ്റ്റുകൾ എഴുതിയിട്ടുണ്ട്, പിന്നെ പാട്ട് എഴുതും. പാട്ടിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ പെട്ടെന്ന് ഇതായി. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ സ്വന്തമായിട്ട് സ്ക്രിപ്റ്റ് എഴുതുന്ന ആളല്ലേ, അതിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു വേഷം ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല മോന്, പക്ഷെ ചെയ്യരുത് കേട്ടോ. എന്താ പക്ഷേ ബേസിക്കലി എനിക്ക് താല്പര്യമില്ലാത്ത കാര്യമാണ്. കാരണം അഭിനയം എൻ്റെ ഇതല്ല എന്നുള്ളത് ഞാൻ എന്നെ നിശ്ചയിച്ചിട്ടുള്ള കാര്യം. അല്ലെങ്കിൽ നമ്മുടെ ഏത് പടത്തിൽ വേണമെങ്കിലും ഏത് ഫ്രെയിമിൽ കയറി നിന്നൂടെ, ഏതെങ്കിലും. അതെ. അപ്പൊ ഇത് എക്കാലത്തും അതിന് ചാൻസ് ഉണ്ടായിട്ട് പോലും നമ്മൾ ഒരിക്കലും ചെയ്തിട്ടില്ല. നിറക്കൂട്ടിലൊക്കെ മറ്റേ എയർ ബ്രഷ് ഉപയോഗിക്കേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യേ വരാൻ പാടുള്ളൂ, മുഖം ഒരു കാരണവശാലും വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഫ്രെയിം വരെ പോയി നോക്കിയിട്ട് അത് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അത്രമാത്രം എനിക്ക്, കാരണം അതെൻ്റെ ജോലിയല്ല, എനിക്ക് പറ്റുന്നതല്ല എന്ന് എന്നേ മനസ്സിൽ നിശ്ചയിച്ച ഒരാളാണ് ഞാൻ. അപ്പോൾ അത് എൻ്റെ അടുത്താണ് ഇദ്ദേഹം പറയണത്, ഒരു കാരണവശാലും ചെയ്യരുത്. അഭിനയിക്കുന്ന എല്ലാവരും അക്കാലത്ത് മധുസാറോ പ്രേം നസീറോ ആവാൻ പറ്റില്ല, ഇന്നത്തെ മമ്മൂട്ടി ആവാൻ പറ്റില്ല. എത്രയും ആർട്ടിസ്റ്റ് സിനിമ എന്ന് പറഞ്ഞ് നമ്മൾ അടച്ച് പറയുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു സെക്ഷൻ മാത്രമാണ് കാണുന്നത്. സ്ട്രഗിൾ ചെയ്യുന്ന എത്രയും മനുഷ്യരുണ്ട്. ഞങ്ങൾ മാറ്റ് എന്ന് പറയുന്ന അസോസിയേഷൻ ഉണ്ടാക്കിയത് പോലും സംഗതി ഇതിൻ്റെ ഇടയ്ക്ക് സുരേഷ് ഗോപി കല്ലുടനി സുരേഷ് ഒക്കെ ഉണ്ടായെങ്കിൽ പോലും അതിനു മുൻപ് തന്നെ അങ്ങനെ ഒരു തോട്ട് വരാൻ കാരണം ഒരു അസിസ്റ്റന്റ് ഡയറക്ടറൊക്കെ മരിച്ചു കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കാൻ ഒരാളുണ്ടാവില്ല. ഇത് റോഡ് സൈഡിൽ മതിലിൽ പോസ്റ്റർ ഒട്ടിക്കുന്നവർ തുടങ്ങി ഈ പണം മുടക്കുന്ന പ്രൊഡ്യൂസേഴ്സ് വരെയുള്ള ഒരു വലിയ സംഘം ഇതിൻ്റെ അകത്ത് പുറകിലുണ്ട്. അതിൽ ഒരു മമ്മൂട്ടി, ഒരു മോഹൻലാൽ, ഒരു ഫഹദ് കിടക്കുന്നുണ്ട്. സാറേ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ആസിഫിന്റെ ഇപ്പൊ നിലവിലെ നിലപാട് എന്താന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. അല്ല, ആരെങ്കിലും വിളിച്ച് ചോദിക്കോ പുള്ളി എന്താ പറഞ്ഞത്? ഇല്ല, ഞാൻ അതിനെപ്പറ്റി, കാരണം വെച്ചാല് ഇത് ഇത് ഇന്നലെ തുടങ്ങി ഒരുപാട് വലിയ വിഷയമില്ലായിരിക്കും. ആസിഫ് എനിക്ക് ഈ പറയുന്ന റിയാക്ഷൻ ഒന്നും അയാളെ ടച്ച് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. അത് വലിയൊരു കാര്യം. കാരണം വെച്ചാൽ അയാള് സ്വസിദ്ധമായിട്ടുള്ള ആ പുഞ്ചിരിയോടുകൂടെ ഗുരുനാഥന്റെ അയാളുടെ വലിയ മനസ്സ്. കാരണം അയാൾ ഇതിന്റെ വേറെ തരത്തിൽ കയറി പിടിച്ചിരുന്നെങ്കിലോ അതിപ്പോ പലപ്പോഴും നമ്മൾ പഴയ ജനറേഷൻ പുതിയ ജനറേഷൻ പറയുമ്പോൾ ഒരുപാട് നന്മയുള്ള ആൾക്കാരാണ് പുതിയ ജനറേഷൻ. പലപ്പോഴും വയസ്സന്മാര് ഇതൊക്കെ ഡിലേ ചെയ്യുമെങ്കിലും പുതിയ ജനറേഷന് ഈ പഴയ ആൾക്കാരെക്കാൾ ഒരുപാട് അതാണ് അവിടെയാണ് എൻ്റെ ഇതിലുള്ള ഏറ്റവും വലിയ പ്രതീക്ഷ. പലപ്പോഴും നമ്മൾ പുതിയ ജനറേഷൻ അതില്ല ഇതില്ല എന്ന് പറയുമ്പോൾ ഞാൻ പറയും, നിങ്ങളുടെ അളവ് പോലും വെച്ചിട്ട് അതിനെ അളക്കാതെ അത് വേറെയാണ്. ഈ ഖലീൽ ജിബ്രാൻ എന്ന് പറയുന്ന ഒരു റൈറ്റർ ഉണ്ടായിരുന്നു. അയാളുടെ പ്രോഫിറ്റ് എന്ന് പറയുന്ന ബുക്കിൽ അയാൾ കുട്ടികളെ പറ്റി പറയുന്ന ഒരു കാര്യമുണ്ട്. അവര് നാളെയുടെ ഗൃഹങ്ങളിൽ വസിക്കുന്നു. അപ്പോൾ
ഇവര് നമ്മൾക്ക് പോലും, നിങ്ങൾക്ക് സ്വപ്നങ്ങളിൽ പോലും ചിന്തിക്കാനാവാത്ത നാളെയുടെ ഗൃഹങ്ങളിൽ വസിക്കുന്നു. അവർക്ക് അത് ചെയ്യാം ഇത് ചെയ്യാം, പക്ഷെ നിങ്ങളുടെ ചിന്തകൾ കൊടുക്കരുതെന്ന്. സത്യത്തിൽ ആസിഫിന്റെ ആ പുഞ്ചിരി ആ പ്രോഗ്രാം വളരെ കൃത്യമായിട്ട് തീരാൻ വേണ്ടി കൂടെ സഹായിച്ചു. സോഷ്യൽ മീഡിയയിലാണ് അത് കത്തിയത്, അല്ലാണ്ട് പരിപാടി അവിടെ വൃത്തിയായിട്ട് കഴിഞ്ഞു, അത് ക്ലോസ് ചെയ്ത് പോയി. അല്ല, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ മദ്യപാനത്തിനെ പറ്റി പറയുന്നൊരു കാര്യമുണ്ട്, റെസ്പോൺസിബിൾ ഡ്രിങ്കിങ് എന്ന് പറയുന്നത്. ഈ റെസ്പോൺസിബിലിറ്റി നമ്മൾ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ കീപ്പ് ചെയ്യേണ്ടിയിരിക്കുന്നു. അത് നിങ്ങളുടെ ഫെയ്റ്റിൻ്റെ കാര്യത്തിലും റെസ്പോൺസിബിൾ ഫെയ്റ്റ് ഉണ്ടാവുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. റെസ്പോൺസിബിൾ ഡ്രിങ്കിങ് പോലെ. അല്ലാതെ ഡ്രിങ്കിങ് നിങ്ങൾക്ക് നിരോധിക്കാൻ പറ്റില്ല, പക്ഷേ റെസ്പോൺസിബിൾ ആവുക. വാക്കിൻ്റെ കാര്യത്തിലാണെങ്കിലും പ്രവൃത്തിയിലാണെങ്കിലും നിന്റെ വിശ്വാസത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.